ഇതിപ്പോ മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെ ആണ് ഇതിനു മുമ്പുള്ള നമ്മുടെ ഒരു ഉദാഹരണം. ഇപ്പോഴത്തെ KPCC അധ്യക്ഷന്റെ വീട്ടിലെ ഫ്ലാറ്റിൽ ഓഫീസിൽ ചേർന്ന് താഴെ ഇങ്ങനെ സ്ഥലം എടുത്തും. ഇനി വല്ല KPCC അധ്യക്ഷനാകാൻ ആഗ്രഹമുള്ളവരുമായിരിക്കും ഇതിന്റെ പിന്നിൽ. ഒരാളെ ഈ പറഞ്ഞ ദുർമന്ത്രവാദത്തിലൂടെയോ അല്ലെങ്കിൽ ഈ കുതന്ത്രത്തിൽ കൂടിയോ ഈ കൂടോത്ര പ്രയോഗങ്ങളിൽ കൂടിയോ ഒക്കെ ഒരാളെ മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ നിഷ്കാസനം ചെയ്യാനോ ഒന്നും കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ള ബോധ്യം സാമാന്യ ജനത്തിന് പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ ഉള്ള ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലല്ല, ഈ ശ്രീ കെ സുധാകരൻ ഇന്ദിരാഭവനിലേക്ക് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ കീഴിൽ ഏതോ തകിട് ഒളിച്ചു വെച്ചാൽ അവിടെ അദ്ദേഹത്തിന് സ്ഥിരമായി ഇരിക്കാൻ കഴിയില്ല, അദ്ദേഹം അതിൽ നിന്ന് നിഷ്കാസിതനാകും എന്ന് വിചാരിച്ചിരുന്ന ആ കസേരയിൽ എനിക്ക് കയറി ഇരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും മൗഢ്യമുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. അതിപ്പരം വിവരക്കേടുണ്ടോ? വിവരക്കേടുള്ളവർ KPCC കയറി ഇറങ്ങുന്നു എന്നല്ലേ ജനത്തിന് ഇതൊന്നും മനസ്സിലാവുക. അല്ല, ഇത് തീർത്തും വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു, ഉത്തരം തേടുന്നു. അപ്പോൾ അത് കണ്ടെത്താനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു 1.5 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ്. ഇതിൽ പാർട്ടി ഇതുവരെ എന്ത് കണ്ടെത്തി? മാത്രമല്ല, ഈ KPCC അധ്യക്ഷൻ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന് കാരണം ഈ പറയുന്ന കൂടോത്രം ഇല്ലായ്മ ചെയ്തത് കൊണ്ടാണ് എന്നതടക്കം ഉള്ള കാര്യങ്ങളാണ് ആളുകൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തന്ത്രകുതന്ത്രങ്ങൾ കഴിഞ്ഞ തവണയും കണ്ണൂർ ശ്രീ സുധാകരൻ നല്ല ഭൂരിപക്ഷത്തോടെ തന്നെയാണല്ലോ ജയിച്ചത്. നമുക്കറിയാം. കാസർഗോട്ട് ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷം അല്ല, 19 24 ജയിച്ചവർക്കൊക്കെ നല്ല ഭൂരിപക്ഷം ഉണ്ട്. പലരും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതതിൻ്റെ ഒരു രാഷ്ട്രീയ വശം, പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിലെ. അതിനപ്പുറത്ത് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ അന്ധവിശ്വാസികൾ. ശ്രീ റജലൂക്കോസ് അത് സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ ആരിഫ് അത് ഒന്നുകൂടെ തുറന്നു പറയുകയുണ്ടായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഒറ്റ കാര്യം. ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇനി ഇൻ കേസ് ഈ പറയുന്ന ഒരു മന്ത്രവാദിയുമായി ചെന്ന് ഉണ്ണിത്താൻ ഇത് പുറത്തെടുക്കുന്നു, അപ്പം നമ്മുടെ KPCC അധ്യക്ഷൻ, നമ്മുടെ MP അല്ലേ, നമ്മുടെ KPCC അധ്യക്ഷൻ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം, നമ്മുടെ MP പറയുകയാണ് എന്ത് മണ്ടന്മാരാണ് എൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവെക്കാൻ, ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചതെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നത് എന്താ? ഞാനിപ്പോഴും നിൽക്കുന്നത്, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ത് അത്ഭുതമാണ്, ശരിയാണ്, എനിക്ക് കാലുവേദനയാണ്, തലവേദനയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് അടിയുറച്ച വിശ്വാസമാണ്. നമുക്ക് അതിന്റെ ഒരു ലൈറ്റർ സൈഡ് കാണാം. അത് നമ്മൾ ലൈറ്ററായി എടുക്കേണ്ട ഒരു കാര്യമല്ല. അദ്ദേഹം അത് വളരെ പരിഹാസ രൂപേണ തന്നെ ആയിരിക്കും അദ്ദേഹം അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞാൻ അതിനെ തള്ളി പറയുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്നെ ഇതുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ്. ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു കോൺഗ്രസ് നേതാവിന്റെ മേൽ മാത്രം ആരോപിക്കപ്പെടേണ്ട ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു സാഹചര്യമല്ല അത്. കൂടോത്രം ചെയ്ത കേസ് നമുക്ക് AK സെന്ററിൽ ആരോപിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള വിശ്വാസം ഇപ്പോ എത്രയോ ക്ഷേത്രങ്ങളിൽ ഈ ദൈവവിശ്വാസം ഇല്ലാത്ത പാർട്ടിയുടെ നേതാക്കൾ എത്രയോ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതിനെ കുറിച്ച് നമ്മുടെ മീഡിയക്കാർ നമ്മൾ എത്രയോ ചർച്ച ചെയ്തിരിക്കുന്നു. വഴിപാട് നടത്തുന്നതും ഒരു മോശപ്പെട്ട കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പേരുകളൊന്നും പ്രസക്തമല്ല. നമുക്കറിയാമല്ലോ, കാടാമ്പുഴ ക്ഷേത്രത്തിലെ ഭൂമൂടൽ വിവാദം അല്ലെങ്കിൽ മുട്ടറപ്പ് വിവാദം, ഇതൊക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന ഒന്നല്ലല്ലോ. ദോഷം ചെയ്യുമ്പോഴല്ലേ നമ്മളതിനെ അനാചാരം എന്നൊക്കെ വിളിക്കുന്നത്. അവിടെയാണ് അപ്പോൾ ആ ഒരു വിശ്വാസം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഇതേപോലുള്ള അനാചാരങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ അനാചാരങ്ങളെ മുറുകെ പിടിക്കുന്ന ഏത് വ്യക്തിയായാലും ഏത് നേതാവായാലും ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ നമ്മുടെ പൊതുമണ്ഡലത്തിനോ അത് ഭൂഷണമല്ല.